ജയ 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 എന്ന ഈ ചിത്രത്തിന് ശേഷം ഇതിഹാസം എടുക്കുന്ന മറ്റൊരു ചിത്രമാണ് ഗുരുവായൂർ അമ്പലം. ചിത്രത്തിന്റെ ട്രെയിലറും അതുപോലെ ടീസറും എല്ലാം പ്രേക്ഷകർക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകിയിരുന്നു. ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം കഴിഞ്ഞ് പ്രേക്ഷകർ തന്നെ വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. നല്ല പടം, കോമഡി കോമഡി എല്ലാം ഫാമിലി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ പടം. നല്ല പടം. ബിബിൻദാസിന്റെ ഡയറക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു? മൊത്തത്തിൽ ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു. ഹാപ്പിയാണ്. ബ്രോ നല്ല മൂവിയായിരുന്നു. കാസ്റ്റിംഗിന്റെ കാര്യത്തിലായിരുന്നു എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഹ്യൂമർ ആണെങ്കിൽ പിന്നെ പല സിനിമകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് നന്ദനത്തിന്റെ ഒക്കെ ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിരുന്നു. ജയ പോലെ അല്ലെങ്കിൽ ഫാമിലി ഓറിയന്റഡ് ഫിലിമാണ്. കാണാൻ പറ്റിയ പടം എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടം, കോമഡി ഉണ്ട്. പടം എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടം, പടം എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടം. പടം എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടം എങ്ങനെയുണ്ടായിരുന്നു? കിട്ടുന്നുണ്ടോ? കോമഡി ചെയ്യുന്നുണ്ടായിരുന്നു. പൃഥ്വിരാജിന്റെ അഭിനയം ചെയ്യുന്നുണ്ടായിരുന്നു. കോമഡി ഒക്കെ വർക്കൗട്ട് ആയോ? ഫാമിലി കണ്ടിരിക്കാൻ പറ്റുമോ? ഹിറ്റാവും. ഉറപ്പ്. ഫാമിലി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റും. കോമഡി ഒക്കെ വർക്കൗട്ട് ആയോ? ബേസിൽ പൃഥ്വിരാജൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കോമഡി ഒക്കെ വർക്കൗട്ട് ആയോ? ബിബിൻദാസിന്റെ ഡയറക്ഷൻ എല്ലാം നല്ലതായിട്ട് വന്നല്ലേ? കോമഡി ഒക്കെ കോമഡി ഒക്കെ വർക്കൗട്ട് ആയോ? ഫസ്റ്റ് ഹാഫ് ആണ്, സെക്കൻഡ് ഹാഫ് ആണ്. ബേസിൽ പൃഥ്വിരാജൊക്കെ ബ്രോ പടം എങ്ങനെ ഉണ്ടായിരുന്നു? കോമഡി ഒക്കെ വർക്കൗട്ട് ആയോ? ബിബിൻദാസിന്റെ ഒരു പടം ഈ ഇത്ര ചെയ്ത് വെച്ചപ്പോൾ ബിബിൻദാസിന്റെ ബെസ്റ്റ് പടം തന്നെയായിരിക്കും. പക്ഷെ എല്ലാവരും കോമഡി പടം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പടമായിരുന്നു. ബ്രോ പടം എങ്ങനെ? കോമഡി എല്ലാം വർക്കൗട്ട് ആയിരുന്നു. കോമഡി എല്ലാം വർക്കൗട്ട് ആയിരുന്നു. അടിപൊളി പടം. എങ്ങനെയാണ് മൊത്തത്തിൽ കോമഡി എല്ലാം വർക്കൗട്ട് ആയോ? ഫാമിലി എല്ലാവരും കാണാൻ പറ്റും. പൃഥ്വിരാജ് ബേസിലൊക്കെ എങ്ങനെയായിരുന്നു? അടിപൊളി എല്ലാവരും അനശ്വരി എല്ലാം ബിബിൻദാസിന്റെ ഡയറക്ഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ജയ പോലെ അല്ല, നല്ല എന്റർടൈനർ. എല്ലാവർക്കും ഒന്ന് കാണാൻ ചിരിക്കാൻ ഫുൾ സാറ്റിസ്ഫൈഡ്. അവിടെ ഹിറ്റാവുന്ന ഉറപ്പാണ്. ഹിറ്റ് ഷുവർലി.